നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ കോവളത്താണ്. ഇവിടെ എത്താൻ ഒരു കാരണമുണ്ട്. ഇവിടെ ഹോമിയോപ്പതിയിൽ ലോക പ്രശസ്തനായ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ജോസ് ഐസക്. അദ്ദേഹത്തിൻ്റെ ഐസക് ഇൻസ്റ്റിറ്റ്യൂട്ടും അദ്ദേഹത്തിൻ്റെ ഹോമിയോപ്പതിയിലുള്ള എക്സ്പീരിയൻസും മറ്റ് കാഴ്ചകളും കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് പോകാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. Hello to everyone. I am Doctor of Chinese Medicine with 10 years experience. I was studying in China before, and now I'm studying with Dr. Jos because I'm impressed about homeopathy. I'm studying practicing homeopathy because of small dose can make magic. Absolutely classical homeopathy, and so we came here. We were very inspired from it, and now we are coming for 7 years every year here, and we are very lucky and glad to study here. Most of the you see, allopathy medicine was discovered for emergency situation. If you have trauma, you need a surgery, yes. But for treating the chronic disease, they're absolutely useless. So, and homeopathy, it's really helping people with many chronic diseases. അങ്ങനെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളോട് പങ്കുവെക്കാനായി ഡോക്ടർ ജോസ് ഐസക് സാർ തന്നെ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം, ഹോമിയോയിലെ ഡൗട്ടുകൾ ചോദിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്ടറിനോട് ചോദിക്കാനുണ്ട്. നമുക്ക് എന്തായാലും ചോദിച്ചു തുടങ്ങാം ഡോക്ടർ. ഓക്കെ, സുഖമാണോ? സുഖമാണ്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, പോകുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, മറ്റുള്ള ചികിത്സാ രീതികളിൽ നിന്നും ഈ ഹോമിയോ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? രണ്ട് കാര്യമാണ്. ഒന്ന്, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു വൈദ്യശാസ്ത്രം. രണ്ടാമത്, ഏറ്റവും കുറഞ്ഞ തോതിൽ മരുന്ന് ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഹോമിയോപ്പതിയാണ്. അത് രണ്ടുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം. പിന്നെ മൂന്നാമതൊരു കാര്യം, ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സർവേ അനുസരിച്ച് രണ്ടാമത് ലോകത്തിലെ ഏറ്റവും പ്രചാരണമുള്ള വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്. ഏതാണ്ട് 100 രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്ത്. മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് ഇപ്പോൾ എല്ലാവരുമായിട്ടും സംസാരിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞത്, മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മളുടെ നാട് ഹോമിയോപ്പതിക്ക് ഒരു വല്ലാത്ത സപ്പോർട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഗണനയാണ് നമ്മളുടെ രാജ്യത്ത് നിൽക്കുന്നത്. അപ്പോൾ അല്ല, ലോകത്തിൽ ഇന്ന് ആയുഷ് സിസ്റ്റത്തിന് ഒരു മിനിസ്ട്രി ഉള്ളത് ഇന്ത്യയിൽ മാത്രമാണ്. ഇപ്പോൾ ആയുഷിന് നമ്മുടെ കേരളത്തിനാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അത് ലോകത്തിൽ ഒരിടത്തും ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് ലോകത്തിൽ മെയിനായിട്ട് നിൽക്കുന്ന വൈദ്യശാസ്ത്രം രണ്ടെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി, ആയുർവേദമാണ്. അത് രണ്ടും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോറിനേഴ്സ് ഒരു വർഷം ഏതാണ്ട് 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ ആൾക്കാർ ഇന്ത്യയിൽ ഈ ഇതര വൈദ്യശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആയുഷ് സിസ്റ്റത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നുണ്ട്. ഇതൊരു വലിയ പൊട്ടൻഷ്യലാണ്, പലർക്കും അറിഞ്ഞുകൂടാ. കാരണം വേണ്ടത്ര പ്രചാരണം കിട്ടിയിട്ടില്ല. അതുപോലെ ഇത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ പല രാജ്യങ്ങളിലുള്ളവർ ട്രഡീഷണൽ സിസ്റ്റംസൊക്കെ ഉപയോഗിച്ച് മതിയായി. അവരിപ്പോൾ ഒരു രണ്ടാമത് അല്ലെങ്കിൽ വേറൊരു വ്യത്യസ്തമായ വൈദ്യശാസ്ത്രം ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു വരുന്നത് ഇപ്പോൾ ഇന്ത്യയിലേക്കാണ്. പക്ഷേ ഈ പൊട്ടൻഷ്യൽ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദ ചികിത്സാ രീതികളുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഹോമിയോപ്പതി അല്ലെങ്കിൽ ഹോമിയോ ചികിത്സ കൊണ്ടുപോകാൻ പറ്റുമോ? അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്യാൻസറിൽ ഇപ്പോൾ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കീമോതെറപ്പി, റേഡിയേഷൻ, സർജറി. ഇത് 3 കാര്യമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ സർജറി കഴിഞ്ഞ ഒരാളോ അതും അല്ലെങ്കിൽ തുടക്കത്തിൽ ഹോമിയോപ്പതി ചികിത്സ തേടുകയാണെങ്കിൽ അവർക്ക് പിന്നീട് അത് വരാതിരിക്കും. അപ്പോൾ ആ 2 ഏരിയ ആണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. പിന്നെ ഒന്ന് വരുന്നതെന്ന് വെച്ചാൽ അവസാനത്തെ സ്റ്റേജിൽ മരണം ഉടനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്ന് വെച്ചാൽ വേദന അകറ്റാനോ അങ്ങനെയൊക്കെയുള്ള ഫൈനൽ സ്റ്റേജസ്, ഇങ്ങനെ 3 രീതിയിലാണ് ഹോമിയോപ്പതി ചികിത്സ തേടി വരുന്നത്.
പക്ഷേ അതിനും ഈ പറഞ്ഞ ഫെസിലിറ്റീസ് കുറവാണ്. ഓ ഓക്കെ. അതാണ് കുഴപ്പം. ഈ ഹോമിയോപ്പതിയിൽ നമ്മൾ ചികിത്സ തേടിയതിന് ശേഷം എത്ര സമയം കൊണ്ടായിരിക്കും നമുക്കതിൽ നിന്നൊരു റിക്കവറി, അല്ലെങ്കിൽ എത്ര സമയമായിരിക്കും? അല്ല, അപ്പം അത് രോഗം വന്നിട്ട് എത്ര വർഷമായി എന്നുള്ളതനുസരിച്ചിരിക്കും. അതിൽ പിന്നെ മറ്റൊരു കാര്യം, ഈ ഹോമിയോപ്പതിയിൽ ക്യൂറാണ് ഉദ്ദേശിക്കുന്നത്. ആ രോഗം ഭേദമാക്കുക, രോഗത്തെ മാനേജ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളിപ്പോൾ ഞാനീ പറഞ്ഞ ഏത് രോഗം വന്നാലും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുകയാണ്. അതേസമയം ഹോമിയോപ്പതിയിലാണെങ്കിൽ 1-2 വർഷം ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, അതൊന്ന് പറയാമോ? അത് ഒന്ന് നമ്മൾ കാണുന്നത് തുടക്കത്തിലെ ആൾക്കാർ വരും, അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാവും. ഇപ്പോൾ ക്യാൻസറിന് സാധാരണ 4 സ്റ്റേജാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ 3 സ്റ്റേജും ക്യൂറബിളാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. 4മത്തേതെന്ന് പറയുന്നത് പലപ്പോഴും അത് ഡീജനറേഷനൊക്കെ വന്നു ഒരു ടെർമിനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ നമുക്ക് പാലിയേഷനേ ഉള്ളൂ, ക്യൂറില്ല. പക്ഷേ ആദ്യത്തെ 3 സ്റ്റേജും ക്യൂറബിളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ചില ആൾക്കാരിൽ ചില ഫാമിലിയിൽ കാർസിനോമ കാണുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ തന്നെ ജീൻസാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലികളെ നമുക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ അവർക്ക് നല്ല ചികിത്സ കൊടുക്കാനും അതുണ്ടാകാതിരിക്കാനും കഴിയും. അതൊരു വലിയ കാര്യമാണ്, ഉണ്ടാകാതിരിക്കാനും. പിന്നെ ഉണ്ടായവരിൽ ഉള്ള ട്യൂമറിനെ റെഡ്യൂസ് ചെയ്യാനും. പിന്നെ ഈ പറയുന്ന പോലെ പലരും ആദ്യം പോയി ചെയ്യുന്ന റേഡിയേഷനൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രീ പീരിയഡ് വേണം. ആ ഫ്രീ പീരിയഡുകളിൽ ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ ഗംഗാധരനെ പോലെയൊക്കെ ഉള്ളവർ പറയുന്നുണ്ട് ഹോമിയോപ്പതി ചികിത്സ ഇതിന് ഫലപ്രദമാണെന്ന് പലരും പറയുന്നുണ്ട്. ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു ഇത്ര സ്റ്റുഡൻസ് ഒക്കെ ആയി ഇത്ര ഒരു ക്ലാസ് രീതിയിലേക്കൊക്കെ? അല്ല, അതിനകത്ത് ഈ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ, ഈ ആയുഷ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അവിടെ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ പ്യൂറസ്റ്റ് ഫോം ഏറ്റവും നല്ല രീതിയിൽ അത് പഠിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള നിർബന്ധമുള്ളവരാണ്. അപ്പോൾ അവരതിനായിട്ട് ഏറ്റവും അധികം ചൂസ് ചെയ്യണം ഇന്ത്യയിൽ. അവിടെ വരുമ്പോൾ അവർക്കിടെ ആ ഒരു ലെവലിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും അനുഭവം, പലപ്പോഴും ഇവരൊക്കെ പഠിക്കാൻ വരുന്നത് അവർക്ക് തന്നെ എന്തെങ്കിലും അസുഖം വന്ന് അവർ ട്രീറ്റ്മെൻറ്റിന് വന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ വൈദ്യശാസ്ത്രം കൊണ്ട് ഇത്ര വർഷം കൊണ്ടും 30 വർഷം 40 വർഷമായിട്ട് മാറാത്ത ഒരു കാര്യമായിരിക്കും ഹോമിയോപ്പതി കൊണ്ട് മാറുന്നത്. അപ്പോൾ അതിനെ പഠിക്കാനുള്ളൊരാഗ്രഹം. ഈ ഹോമിയോപ്പതിയിൽ മെൻ്റലി ഉള്ളൊരു ട്രീറ്റ്മെൻറ്റും വളരെ അത് ഒരു രോഗം എന്ന് പറയുമ്പോൾ അത് പ്യുവർലി ഫിസിക്കലല്ല, അതിനൊരു മാനസിക വശമുണ്ട്. ഈ കാര്യം എല്ലാ രോഗങ്ങൾക്കൊരു മാനസിക വശമുണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഹോമിയോപ്പതിയിൽ ഡോക്ടർ ഹനുമാനാണ്. അന്ന് പുച്ഛിച്ച് തള്ളിയവരെല്ലാം ഇന്ന് മെൻ്റൽ സ്ട്രെസ്സ് പല രോഗങ്ങളുടെയും കാരണമാണെന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, പല രോഗങ്ങളും നമ്മൾ പുറത്തൊക്കെ ചികിത്സയ്ക്ക് പോയ സ്ട്രെസ് ഒഴിവാക്കുക, മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കുക എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് പല അസുഖങ്ങളിലും ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഉണ്ട്. അപ്പോൾ അതും കൂടി കണക്കുകൂട്ടി അല്ലെങ്കിൽ കണക്കിലെടുത്തുകൊണ്ട് ഒരു ചികിത്സ എന്നുള്ളത് ഹോമിയോപ്പതിയാണ്. അതിൽ മുന്നിൽ നിൽക്കുന്നത് ഹോമിയോപ്പതിയാണ്. ഈ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് ഈ ജനറേഷൻ ഏറ്റവും കൂടുതൽ പൊതുവെ സംസാരിച്ച് കേൾക്കാറുള്ള ഒരു പ്രശ്നമാണ് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ. അപ്പോൾ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് വരെ അത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുക, കുട്ടികൾ വരെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു മാനസികാവസ്ഥ, അതിനൊക്കെ ചികിത്സകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? അത് പൊതുവെ ഇപ്പോൾ പറയുകയാണെങ്കിൽ സോഷ്യലൈസേഷൻ ഇല്ല, കുടുംബങ്ങളാണ്. അപ്പോൾ ഈ കുട്ടികളൊന്നും ഇൻ്ററാക്ഷൻ ഇല്ല, സുഹൃത്തുക്കൾ കുറവ്, വീട്ടിലും ആൾ കുറവ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയും അങ്ങനെ വരുമ്പോഴാണ് ഈ ഡിപ്രഷനിലേക്കും മറ്റേതിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനെ കണക്കിലെടുത്തുകൊണ്ട് ഒരു ചികിത്സ. അപ്പോൾ നമ്മുടെ പല രോഗങ്ങളും ഇപ്പോൾ മനസ്സിലാണ് നിൽക്കണേ, കൂടുതലും ഫിസിക്കലല്ല. അപ്പോൾ മനസ്സിലുള്ള രോഗങ്ങളെ ചികിത്സിക്കാൻ മാനസികവും കൂടി
കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സ വേണം. അതാണ് ഞാൻ പറഞ്ഞ ഹോമിയോപ്പതിയാണ് അതിൽ ആദ്യത്തത്. ഇപ്പോൾ പതുക്കെ എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അത് അംഗീകരിച്ചു വരുന്നുണ്ട്. കാരണം ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഹോർമോൺ ഡിസോർഡേഴ്സ് ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ രോഗങ്ങൾ ഒരേ സെയിം പാറ്റേണാണ് ലോകത്ത് എവിടെ ചെന്നാലും. അതിൻ്റെ കുറേയൊക്കെ കാരണങ്ങൾ നമ്മുടെ ഫുഡും നമ്മുടെ മാനസികമായ, അതായത് നമ്മളിപ്പോൾ വളരെ അംബീഷ്യസ് ആണ് ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ വന്നപ്പോൾ ഈ ഫിസിക്കൽ രോഗങ്ങളെ കുറയുകയും അതിൽ നിന്ന് കൂടുതലും മെൻ്റൽ രോഗങ്ങളിലേക്ക് മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെൻ്റലി നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഭാഗം ഇപ്പോൾ കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇമോഷണൽ പ്രോബ്ലംസ് വളരെയധികം ഉണ്ട്, ഒത്തിരിയുണ്ട്. അത് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഇത് പതുക്കെ അംഗീകരിച്ചു വരുവാണ്. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരുന്നത്. ഉറക്കമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഇമോഷൻ, സങ്കടമാണോ, ദേഷ്യമാണോ, അരിശമാണോ, അല്ലെങ്കിൽ ജലസിയാണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. അന്നേരം അതൊരു ഹോളിസ്റ്റിക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സും ശരീരവും എല്ലാം ഉൾപ്പെട്ടതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് ചികിത്സിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരു ഭാഗത്തൊരു അസുഖം ഉണ്ടെങ്കിൽ അത് അയാളുടെ മാനസിക തലത്തിലും എല്ലാ ഭാഗത്തെയും അത് പറ്റും, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. ഇത് ദീർഘകാലം നമ്മൾ ഹോമിയോ ചികിത്സ തേടുമ്പോൾ അതിനെന്തെങ്കിലും ഒരു മറുവശമുണ്ടോ? ഇല്ല, ദീർഘകാലം എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യത്യാസം കാണുന്നത് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് ഒന്നുകിൽ അസുഖം മാറും, 1 വർഷത്തിനായി 2 വർഷത്തിനായി മാറും. പിന്നെ ഏറ്റവും നേർപ്പിച്ച മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാലത്ത് ഹോമിയോപ്പതിക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇതൊരു പ്ലാസിബോ സിസ്റ്റമാണ്, ഇതിനകത്തൊന്നും ഇല്ലെന്നായിരുന്നു ഒരു കാലത്ത്. അത് കഴിഞ്ഞു, ആ പീരീഡും കഴിഞ്ഞു. ഇപ്പോൾ അത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുകയും ഫലപ്രദമാണെന്നും വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്നായി. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാം, ഹോമിയോപ്പതി തുടങ്ങിയിട്ട് 225 വർഷത്തിന് മുകളിലായി. ഇന്ന് വരെ ലോകത്തിൽ ഒരു രാജ്യത്തും ഒരു മരുന്നിനെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടില്ല ലോകത്ത്. നമുക്കറിയാം, ഒരു വർഷം എത്ര മരുന്നുകളാണ് ഇവിടെ ബാൻ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണമെങ്കിലും ഹോമിയോപ്പതി ഉണ്ടോ എന്ന് നോക്കി. ഓരോ വർഷവും നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്ന മരുന്നുകളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 പരം മരുന്നുകൾ ബാൻ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു ഹോമിയോപ്പതി മരുന്ന് ബാൻ ചെയ്തിട്ടില്ല ഒരിടത്തും, ലോകത്തിൽ ഒരിടത്ത് സ്ഥലത്തും. ആദ്യമായിട്ട് ഈ ഹോമിയോപ്പതി ചികിത്സ തേടുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ രോഗത്തിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, ഒന്ന്. പിന്നെ മരുന്നിനെ ആൻറ്റിഡോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. അതിൽ കൂടുതലും ഈ സ്റ്റിമുലൻസ് പലതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ ഇതിൻ്റെ പഥ്യങ്ങളെല്ലാം കൃത്യമായി നോക്കുക. അതിപ്പോൾ എല്ലാ വൈദ്യശാസ്ത്രത്തിനും പഥ്യമുണ്ട്. ഇപ്പോൾ ഒരാൾ കൊളസ്ട്രോളുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ ഏത് വലിയ ആശുപത്രിയിൽ ചെന്നാലും ഒരു ലിസ്റ്റ് കൊടുക്കും കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചു കുട്ടികളിൽ തന്നെ ഇപ്പോൾ മിക്ക കുട്ടികൾക്കും അലർജി, പശുവിൻ്റെ പാൽ കൊടുക്കരുത്, ഗ്ലൂട്ടൻ അലർജി, അരിയാഹാരം കഴിക്കരുത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മരുന്നിനെ ആൻറ്റിഡോട്ട് ചെയ്ത കാര്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ രോഗത്തെ വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു ക്യൂർ കിട്ടുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇതിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം പുസ്തകം വായിച്ച് ഹോമിയോപ്പതി ചികിത്സ നടത്തിയിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ വന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇതിലായിരുന്നുകൊണ്ട് കൂടിയാണ് ഫാദർ കൽക്കട്ടയിൽ 1955 പോയി പഠിച്ചത്. കാരണം അന്ന് അവിടെ പഠിക്കാൻ പോയതെല്ലാം പഴയ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ മക്കളോ അല്ലെങ്കിൽ അവരാരെങ്കിലും അങ്കിളോ അങ്ങനെ എന്തെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ജനറേഷനാണ് അന്ന് അവിടെ പോയി പഠിച്ചത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂട്ടയോട്ടത്തിൽ പോകുന്നതും അല്ലാതെ വ്യത്യസ്തനായി നിൽക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. കാരണം ഇതൊരു വ്യത്യസ്തമായ വൈദ്യശാസ്ത്രമാണ്. അപ്പോൾ അതിനൊരു ഫ്രെയിം ഓഫ് മൈൻഡ് ഉണ്ടാകണം. അത് ചെറുപ്പത്തിലേ തന്നെ നമ്മൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്.
അതൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉള്ള ആൾക്കാർ ഇതിൽ വളരെയധികം സക്സസ്ഫുൾ ആവുന്നുണ്ട്. അതിലൊരാളായി ഞാനും ഈ കൂട്ടത്തിൽ കൂടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതാണ് കൂടുതലും ഗ്രാൻഡ് ഫാദറും ഫാദറും ഇതിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഞാൻ ഈ പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സാധ്യതകളും കാര്യങ്ങളും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനകത്ത് ഈ വ്യത്യസ്തതയുടെ ഒരു വ്യത്യാസം മനസ്സിലാക്കുമ്പോഴാണ് അതിലേക്ക് നമ്മൾ എത്തുന്നത്. ഡോക്ടറിൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ഡോക്ടേഴ്സാണ്, ഒപ്പം തന്നെ സീനിയേഴ്സാണ് ഒരുപാട്. അപ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ എല്ലാം ഫോറിനേഴ്സാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇതിലേക്കൊരു പൊതുവെ ഡോക്ടറിന് എന്താ അവരെക്കുറിച്ച്? അപ്പോൾ ഈ ലോകത്തിൽ തന്നെ ഇപ്പം നമുക്കിവിടെ കേരളത്തിൽ തന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തന്നെ ഗവൺമെൻറ് തന്നെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അമിതമായ ഉപയോഗം വർഷങ്ങളായിട്ട് നടന്നിട്ട് ഇപ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോഴും ആൻറ്റിബയോട്ടിക്സ് ഒന്നും എഫക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ അത് വന്നതോടുകൂടിയാണ് ഇത് ശരിയായ ട്രാക്കിലല്ല പോകുന്നത് എന്നുള്ളൊരു ചിന്ത വന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ആവറേജ് 40-45 ഇയേഴ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ വിദേശ രാജ്യത്തെന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് തെറാപ്പിസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഡിഗ്രി ഡോക്ടർ എന്ന് പറയുന്ന തെറാപ്പിസ്റ്റ്. പിന്നെ അവർ MD എടുക്കുന്നതാണ്, സ്പെഷ്യാലിറ്റീസ്. അതും കഴിഞ്ഞ് അവരൊരു 15 വർഷം പ്രാക്ടീസ് ചെയ്യും. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവർ പഠിച്ച വൈദ്യശാസ്ത്രത്തിൻ്റെ കുറവുകൾ കൂടുതൽ മനസ്സിലാകുന്നത്. ഇതിൽ പെർമനൻ്റായിട്ടൊരു ക്യൂർ, ഒരു രോഗം ഭേദമാകുന്നില്ല എന്നുള്ള തോന്നൽ. അതാണ് അവരെ പലപ്പോഴും മറ്റ് വൈദ്യശാസ്ത്രങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നത്. പിന്നെ പലരും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ തന്നെ മക്കളോ അല്ലെങ്കിൽ അവർക്ക് തന്നെയോ ചില അസുഖങ്ങൾ വന്നപ്പോൾ അവരുടെ വൈദ്യശാസ്ത്രം പല പ്രാവശ്യം ട്രൈ ചെയ്തു, ശരിയായില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഹോമിയോപ്പതി ചെയ്യാൻ വന്നു. അത് ചെയ്തപ്പോൾ മാറി. അതുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. പലപ്പോഴും അവരൊക്കെ വരുന്നവർ കൂടുതലും പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിയിലെ മിക്കവാറും എല്ലാ ബുക്കുകളും വായിച്ചിട്ടവരാണ്. അതിൻ്റെ അന്തസ്സത്ത കണ്ട് അതിനോടൊരു താല്പര്യമുണ്ടായി, അതിലൊരു പാഷനുണ്ടായി, അങ്ങനെ വരുന്നവരാണ്. എന്നുവെച്ചപ്പോൾ ഒരാൾ ഇന്ത്യയിൽ വന്ന് 2 ആഴ്ച താമസിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഏതാണ്ട് 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ അവർ ഇന്ത്യയിൽ ചിലവഴിക്കുന്നുണ്ട്. ചിലർ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, ചിലർ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അത്രയും അവർ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ നമ്മുടെ രാജ്യത്തെ പോലെ അല്ല. അവർക്കൊരു കാര്യത്തിനോട് താല്പര്യം വന്നാൽ അതിൻ്റെ അങ്ങേയറ്റം പോയി പഠിക്കണം എന്ന് വിചാരിക്കും. അതിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ അതിൻ്റെ ഏറ്റവും ഉന്നത തലത്തിൽ പോകണം എന്ന് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് അങ്ങനെ വരുന്നവരാണ്. അതിലാദ്യമൊക്കെ വന്ന ആൾക്കാരിൽ പലരും വിദേശത്ത് നല്ല പ്രാക്ടീഷണേഴ്സായി. അവർ കൂടുതൽ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തപ്പോൾ പിന്നെ വന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളായിട്ടുള്ള ഡോക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ഇത് ഒരു കണ്ടിന്യൂയിറ്റിയിൽ വന്നതാണ്. പകർച്ചവ്യാധികളുടെ കാലം, ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ കൊറോണ, അപ്പം അത്തരത്തിലുള്ള ഒരു രോഗത്തിൻ്റെ ഒരു രീതി തന്നെ മാറി. അങ്ങനെ പകർച്ചവ്യാധികൾ ഒരുപാട് പല രീതിയിൽ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടി നമ്മുടെ. അപ്പോൾ അതിനെയൊക്കെ ഹോമിയോപ്പതി എത്തരത്തിലാണ്? ഞങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ശരിയായ ട്രാക്കിലല്ല പോകുന്നത്. ഇപ്പോൾ പകർച്ചവ്യാധി ഓരോ 5 വർഷം കൂടുമ്പോഴും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് വരുമ്പോൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവ്. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നില്ലല്ലോ. ഒരു വീട്ടിൽ തന്നെ പലർക്കും വരുമുണ്ട്, വരാത്തവരുമുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും മനുഷ്യൻ്റെ, അത് പ്രത്യേകിച്ച് നമ്മളെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇമ്മ്യൂണിറ്റി വളരെയധികം കുറഞ്ഞു വരികയാണ്. നമ്മൾ 3500 കോടിയുടെ ആഹാര സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ. 7500 കോടിയുടെ മരുന്നും ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന മലയാളിയാണ്. അതുകൊണ്ട് ലോകത്തിലെവിടെയെങ്കിലും ഒരു എപ്പിഡമിക് ഉണ്ടായാൽ ആദ്യം വരുന്നത് കേരളത്തിലാണ്. അപ്പോൾ പറയും കേരളം വെൽ കണക്റ്റഡ് ആണ്. അവിടെ വിദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ബോംബെ, ഡൽഹിയൊക്കെ അതിൻ്റെ മുകളിലല്ലേ. ബോംബെയിൽ വരുന്ന ഫ്ലൈറ്റിൻ്റെ 4-1 ഇവിടെ വരുന്നുണ്ടോ? അതിവിടെ വരുന്നതിൻ്റെ 4-1 വിദേശികൾ ഇവിടെ വരുന്നുണ്ടോ? അപ്പോൾ ഈ പറയുന്നത് ശരിയല്ലോ. ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നു.
കോവിഡ് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട് നമ്മളെക്കാളും എന്താണ് ഒരു 10 ഇരട്ടി വലിപ്പമുള്ള തമിഴ്നാട്ടിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ കേരളത്തിൽ മരിച്ചു. അപ്പോൾ ഇതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഈ അമിത ഉപയോഗം ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒക്കെ ഉപയോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്താണ് സൃഷ്ടിച്ചു വെച്ചത് എന്ന് ചിന്തിക്കണം. അവിടെയാണ് ഇപ്പോൾ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ആയുഷ് സിസ്റ്റത്തിലേക്ക് കുറേ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ ചിലപ്പോൾ ആയുഷ് ഉപയോഗിക്കും, ചിലപ്പോൾ അലോപ്പതി ഉപയോഗിക്കും. അവർക്ക് ഏതാണ് നല്ലത് എന്ന് തോന്നുന്നത് അനുസരിച്ച് അവർ ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതാണിപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഈ എപ്പിഡമിക്കുകൾ കൂടുതൽ വരുന്നു എന്ന് പറയുമ്പോൾ ഈ വരുന്ന എപ്പിഡമിക്കിനെ കുറിച്ച് പറയാതെ എന്തുകൊണ്ട് വരുന്നു എന്ന് ആലോചിക്കണം. അതോടെ വേണം. അല്ലെങ്കിൽ ഇനി വരാതിരിക്കണമെങ്കിൽ ആ ഒരു ചിന്ത വന്നാലേ പറ്റുള്ളൂ. ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങണം. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ ഇതിന് വ്യത്യാസം വരും. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ എന്താണ് ഇവിടെ മാറ്റേണ്ടത്, അതായത് ട്രാക്കിലേക്കാണ് പോകേണ്ടത് എന്ന് നോക്കണം. അല്ലാതെ വിദേശത്തുനിന്ന് ആളിവിടെ ഉണ്ടായെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ അവസാനത്തെ ഒരു ചോദ്യത്തിലോട്ട് കയറാം. ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട് ഡോക്ടറിന്, ഇത്രയും ഫോറിനേഴ്സ് ആയിട്ടുള്ള, ഒരാൾ മാത്രം വ്യത്യസ്തയാണ് കുറച്ച്. ആള് നമ്മളുടെ നാട്ടുകാരിയാണ്. ആ സ്റ്റുഡൻറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? സ്റ്റുഡൻറ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ അതിനകത്ത് ഈ ചില ആൾക്കാരുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ ഒരു സ്പാർക്കായിട്ട് തലയിൽ വരും. ഒരുപക്ഷെ അന്ന് മറ്റ് കാരണങ്ങൾ കൊണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് കുടുംബം, കുട്ടികൾ, മറ്റ് കാര്യങ്ങൾ കൊണ്ടൊക്കെ അതിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഇത് ഒരു സമയത്ത് ഇത് കത്തിപ്പിടിക്കും. അപ്പോൾ ഈ പാഷനും അതിനുള്ള സ്കില്ലും ഉള്ളവർ ഇവിടെ തന്നെ എത്തും. അങ്ങനെ എത്തിയതാ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിലൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹോമിയോ ഡോക്ടറായിരുന്നു. ഗവൺമെൻറ് ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ടും കൂടി ആയിരിക്കണം. അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇത്രത്തോളം പ്രശസ്തനായ ഡോക്ടർ ജോസ് ഐസക് സാറിനെയും അദ്ദേഹത്തിൻ്റെ ഈ മനോഹരമായ ഈ അക്കാഡമിയും ഒക്കെ പരിചയപ്പെടുത്തി തന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച ഒരാളുണ്ട്. അദ്ദേഹമാണ് ജോസ് ഐസക് സാറിൻ്റെ ഏക മലയാളി സ്റ്റുഡൻ്റായ ഡോക്ടർ അജിനി. നമുക്ക് അജിനിയോടും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഹലോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഒരു വ്യത്യസ്തമായ ഒരു ലോകമാണ്. നമ്മൾ ഇപ്പം നാട്ടിലെന്നല്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു ഹോമിയോ ഡോക്ടർ എന്താണ്, അല്ലെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടർക്ക് ഒരു സെക്കൻഡ് ഗ്രേഡാണ് അവർ ഒരു അംഗീകാരം കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ കണ്ടതെല്ലാം അലോപ്പതിക് ഡോക്ടേഴ്സാണ്. MD ഉള്ള ഒപ്താൽമോളജി, ENT, അനസ്തെറ്റിസ്റ്റ്, അങ്ങനെ പല MD ഉള്ള ആൾക്കാർ അവരുടെ സിസ്റ്റത്തിനെ അവിടെ മാറ്റി വെച്ചിട്ട് വന്ന് ഇവിടെ ഹോമിയോപ്പതി പഠിക്കാനായിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ബാച്ചിലും 10-50 പേര് വീതം വരുന്നുണ്ട്. ഇവിടെ പല ബാച്ചുകളായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇതിൽ എനിക്കുള്ള ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ മലയാളി സ്റ്റുഡൻറ്റും ആദ്യത്തെ ഹോമിയോപ്പതി സ്റ്റുഡൻറ്റുമാണ്. ബാക്കി എല്ലാവരും അലോപ്പത്സാണ്. അപ്പോൾ ഫസ്റ്റ് വന്ന മലയാളി സ്റ്റുഡൻറ്റും ഫസ്റ്റ് വന്ന ഹോമിയോപ്പതി സ്റ്റുഡൻറ്റുമാണ്. ഇദ്ദേഹത്തിന് എനിക്ക് ജനിച്ചപ്പോൾ മുതൽ അറിയാവുന്നതാണ്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോറിനേഴ്സൊക്കെ ഇവിടെ അദ്ദേഹത്തിന് തേടി വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിയാൻ തുടങ്ങിയത് ഒരു 5 വർഷം അത്രയായിട്ടുള്ളൂ. അദ്ദേഹം എൻ്റെ പേരൻസും ഗ്രാൻഡ് ഫാദർ ഈ പറഞ്ഞതുപോലെ രജിസ്റ്റേർഡ് ഹോമിയോപ്പതിക് പ്രാക്ടീഷണറായിരുന്നു. എൻ്റെ ഡാഡി ഹോമിയോപ്പതിക് ഡോക്ടറാണ്. പേരൻസ് രണ്ടുപേരും, ഫാദറും മദറും ഹോമിയോപ്പതി ഡോക്ടേഴ്സാണ്. അപ്പം മുതലേ എനിക്ക് ഞങ്ങളുടെ പേരൻസ് സുഹൃത്തുക്കളാണ്. അറിയാമെങ്കിലും ഇദ്ദേഹം ഈ രീതിയിൽ ഇത്ര വലിയൊരു പടർന്ന മരമാണെന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇപ്പോഴെന്നല്ല ഒരു 5 വർഷം. കാരണം പിന്നെ നമുക്ക് കോൺടാക്റ്റ് ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അപ്പം ഞങ്ങൾക്ക് കോൺടാക്റ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു പണ്ട് താമസിച്ചത്. പിന്നെ ഞങ്ങൾ അങ്ങ് പോയി, എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് ഈ അടുത്ത കാലത്താണ് അറിയുന്നത്. അപ്പം ഇവിടെ മിക്കപ്പോഴും ഫോറിനേഴ്സേ ഉള്ളൂ. അപ്പോൾ 2 തരം സ്റ്റുഡൻസിനെ ഇവിടെ അങ്ങനെ എടുക്കലില്ല. ഇതുവരെ ഒരു മലയാളി സ്റ്റുഡൻറ്റ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതൊരു ചരിത്രമായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബാച്ചിലാണ് ഒരു മലയാളി സ്റ്റുഡൻറ്റ് വന്നത്, ഒരു ഹോമിയോപ്പതി വന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 10-15 വർഷമായിട്ട് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ രീതി, അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഹോമിയോപ്പതി എന്ന് പറയാം, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യുന്ന ഒരു വേ എങ്ങനെയാണ്. അപ്പോൾ ആ ക്ലാസിക് ഹോമിയോപ്പതി അദ്ദേഹം പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയാണ് ചികിത്സിച്ച് മാറ്റുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ്, ഇതൊക്കെ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്നത്. അവരെ പോലെ തന്നെ ഞാനും സത്യത്തിൽ ദുബായിലാണ് ഞാൻ താമസിക്കുന്നത്, എൻ്റെ ഫാമിലിയായിട്ട്. ദുബായിൽ നിന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. എന്നിട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞോ?
പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതൊന്നും ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് ചിലരെന്നോട് ചോദിക്കും, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന്. സത്യത്തിൽ എനിക്ക് ഇതെല്ലാം ഒരു അത്ഭുതങ്ങളാണ്. എവിടെ പോകുമ്പോഴും അവിടെ കുറേ മനുഷ്യരും കുറേ ആൾക്കാരും എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ വന്ന ജോസ് ഐസക് എനിക്കൊരു അത്ഭുതമാണ്, ഇവിടെ വന്ന മറ്റുള്ള ആൾക്കാർ എനിക്കൊരു അത്ഭുതമാണ്. ഇതെല്ലാം നമുക്ക് പുതിയ ഒരു അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ട ഹോമിയോപ്പതി അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഹോമിയോപ്പതിയിൽ നിന്നും എനിക്ക് ഇനിയും എൻ്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഒരുപാട് പ്രചോദനമാകുകയും എനിക്ക് എന്നിലുള്ള ആ ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ കുറച്ചും കൂടെ ഉയരത്തിലേക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധ്യം വരുത്താനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സംസാരിച്ചതിന്, കാര്യങ്ങളെല്ലാം പങ്കുവച്ചതിന്, ഒരുപാട് അറിവുകൾ പകർന്നു നൽകിയതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.